സിദ്ദിഖിന്റെ ഒരു അഭിനയ ജീവിതം എടുത്തു കഴിഞ്ഞാൽ സിദ്ദിഖ് പറയുന്ന ഒരു കാര്യം ശരിയാണ്, അഭിനയം അറിയാതെ എന്ന് പറയുന്നത്. അഭിനയം സിനിമയിലൂടെ പഠിച്ച ഒരാളാണ് സിദ്ദിഖ് എന്ന് ഞാൻ പറയും. കാര്യം സിദ്ദിഖ് ആദ്യ സിനിമയിൽ വന്ന കാലത്ത് സിദ്ദിഖ് ഇത്രയും റേഞ്ചുള്ള ഒരു ആക്ടറായി മാറുമെന്ന് ഞാൻ ഉൾപ്പെടെ ആരും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൽ നിന്നും ഓരോ സിനിമയിലൂടെ കടന്നു വന്ന് ഏറ്റവും മഹാനായ ഒരു നടനായി സിദ്ദിഖ് നിലകൊള്ളുന്നു. ഇനിയും കാലങ്ങളോളം ആ നിലനിർത്താൻ കഴിയട്ടെ, അതിനുള്ള ആയുസ്സും ആരോഗ്യവും നൽകി സർവേശ്വരൻ സിദ്ദിഖിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. Thank you so much, Sri Vijay Thakkar sir. Yes, Siddiq sir വേദിയിലേക്ക് എത്തുന്നു. ധന്യമായ നിമിഷങ്ങൾക്ക് സാക്ഷികളാവുന്നവർ. എല്ലാവരോടും ആദ്യം ക്ഷമ ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ സ്റ്റേജിൽ കൂടി കയറിയത്. 6 മണിക്ക് തന്നെ പ്രോഗ്രാം തുടങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷേ 6 മണിക്ക് എത്താൻ സാധിക്കാതിരുന്നതിൻ്റെ കാരണം എനിക്ക് ഈ പുസ്തകം മമ്മൂക്കനെ കൊണ്ട് പ്രകാശനം ചെയ്യണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ എല്ലാ നല്ല കാര്യങ്ങൾക്കും എല്ലാ തുടക്കത്തിനും എന്നും എൻ്റെ ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ മുതൽ എൻ്റെ കൂടെയുള്ള ആളാണ് മമ്മൂക്ക. അപ്പോൾ ഈ പുസ്തകം മമ്മൂക്ക പ്രകാശനം ചെയ്യണമെന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. ഇന്നും മമ്മൂക്ക വരാമെന്ന് സമ്മതിച്ചിരുന്നത് തന്നെയാണ്. പക്ഷേ ഞാൻ മമ്മൂക്കയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയിട്ട് മമ്മൂക്കനെ കൂട്ടിയിട്ട് വരാമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങൾ പോയത്. പക്ഷെ അവിടെ ഷൂട്ടിങ്ങിന് അവിചാരിതമായി വന്ന ചില ഡിലേ കാരണം നമുക്കൊക്കെ അവിടെ വരാൻ പറ്റില്ല. 10 മണിയെങ്കിലും ആകും മമ്മൂക്കയുടെ ഷൂട്ടിംഗ് കഴിയാൻ. അപ്പോൾ വളരെ ദുഃഖത്തോടുകൂടി തന്നെയാണ് നമുക്ക് എന്നെ യാത്ര അയച്ചത്. ഞാനപ്പോൾ അവിടെ നിന്ന് വരാൻ കുറച്ച് ഡിലേ ആയി പോയതുകൊണ്ടാണ് ഇത്രയും സമയം വൈകിയത്. ഇത്രയും സമയം നിങ്ങൾ പോരടിപ്പിക്കാതെ ഇവിടെ പാട്ടുപാടിയിരുന്ന എല്ലാ ഗായകർക്കും ഗായികമാർക്കും ഒക്കെ ഞാൻ എൻ്റെ ഇതിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ തമ്പി പറഞ്ഞ വാക്കുകൾക്ക് ഒരുപാട് നന്ദി, സന്തോഷം. എല്ലാവർക്കും അറിയാം, എൻ്റെ തമ്പിയുടെ ഒരു സിനിമ ജീവിതം തുടങ്ങുന്ന ഏതാണ്ട് ഒരേ സമയത്താണ്. ആദ്യത്തെ സിനിമ മുതൽ ഞാൻ തമ്പിയുടെ കൂടെ ഉണ്ട്. ഒരു 4-5 സിനിമകളൊക്കെ കഴിഞ്ഞ സമയത്ത് അദ്ദേഹം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് സമയത്താണ് തമ്പി എൻ്റെ ചെവിയിൽ പറയുന്നത്, ഈ എല്ലാ സിനിമയിലും വേഷത്തിന് എന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്താൻ ശ്രമിക്കണം. ഒരു 10 സിനിമയിലെ സ്റ്റില്ലെടുത്ത് നിരത്തി വെച്ചാൽ ഈ 10 സിനിമയും ഏതാണെന്ന് തനിക്ക് കാണിക്കാൻ പറ്റണം. ഇന്ന സിനിമ ഇത് ഞാൻ ഇന്ന സിനിമയിലാണ്, അല്ലാതെ എല്ലാ സിനിമയിലും ഒരുപോലെ ഇരിക്കരുത്. അങ്ങനെ ഒരു മേക്കപ്പിലൊക്കെ ഒരു വ്യത്യാസം വരുത്തണമെന്ന് എനിക്ക് ആദ്യം പറഞ്ഞു തന്നത് തമ്പിയാണ്. എൻ്റെ കഥാപാത്രങ്ങൾ മാറ്റം ഉണ്ടാക്കി തന്നത് തമ്പിയാണ്. സത്യമേവ ജയതേ എന്ന് പറയുന്ന സിനിമയാണ് 2000-ൽ ഇറങ്ങിയ ആ സിനിമയാണ് എനിക്ക് കരിയറിലൊരു വളർച്ച ഉണ്ടാക്കി തന്നത്. പിന്നീടാണ് പലരും വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ എനിക്ക് തരാൻ ധൈര്യപ്പെട്ടത്. അതുവരെ ഈ തൂവാലൻ റോളുകൾ മാത്രം ചെയ്തുകൊണ്ട് നടന്ന എനിക്ക് ഒരു അഭിനയത്തിന് സാധ്യതയുള്ള കഥാപാത്രങ്ങൾ കിട്ടി തുടങ്ങിയത് തമ്പി സത്യമേവ ജയതേ എന്ന സിനിമ തന്നതിന് ശേഷമാണ്. തനിക്ക് ഏത് വേഷവും ചെയ്യും, തനിക്ക് പല രീതിയിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ സാധിക്കും. തനിക്കിൻ്റെ കോമഡി മാത്രം ചെയ്ത് നടന്നപ്പോഴോന്നൊക്കെ എൻ്റെ എപ്പോഴും വിളിച്ച് പറയുന്നത്, ഓരോ കഥകൾ ഡിസ്കസ് ചെയ്യുന്നതും സിനിമയോടുള്ള എൻ്റെ താല്പര്യം മനസ്സിലാക്കി എന്നെ കുറച്ചുകൂടി ഉയരങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നതൊക്കെ തമ്പിയാണ്. അപ്പോൾ ഞങ്ങളുടെ കോമൺ ആയിട്ടുള്ള സുഹൃത്തുക്കൾ എപ്പോഴും കളിയാക്കി പറയും. അപ്പോൾ അമിതാഭ് ബച്ചൻ ബോംബെയിൽ നിന്ന് തമ്പിയെ വിളിച്ചിട്ട് പറയുന്നത്, വിജയ് തമ്പി, എൻ്റെ അടുത്ത സിനിമ തമ്പിയാണ് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത്. അമിതാഭ് ബച്ചൻ പറഞ്ഞാൽ ഉടനെ തമ്പി ചോദിക്കാൻ പോകുന്നത്, അല്ല സിദ്ദിഖിനെ പറ്റിയത് ഏത് റോൾ ഉണ്ടാവും എന്ന് തമ്പി ചോദിക്കും എന്ന് പറയും. അപ്പം അങ്ങനെ ഞാനെന്ന നടൻ വളർന്നു വരണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു സംവിധായകനാണ്. ഇന്നും എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സംവിധായകനാണ്. എന്ത് കാര്യത്തിലും ഇപ്പോഴും കുടുംബപരമായിട്ട് ഞങ്ങൾ അടുത്തുകൊണ്ട് ഞാനെന്ത് തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് തമ്പിയോട് ആലോചിക്കും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പം എൻ്റെ ഒരു വളർച്ചയിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു സംവിധായകനാണ്. തമ്പിയുടെ സിനിമ മാത്രം എടുത്ത് നോക്കിയാൽ മനസ്സിലാവും എൻ്റെ കരിയറിലുണ്ടായ ഒരു വ്യത്യാസം. അപ്പം ഞാൻ ജീവിതത്തിലും സിനിമാ ജീവിതത്തിലൊക്കെ ഞാൻ ഒരുപാട് കടപ്പെട്ടിട്ടുള്ളതാണ്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ തമ്പി വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. നല്ല വാക്കുകൾ സംസാരിച്ചു. സിദ്ദിഖിൻ്റെ ഒരു ആത്മകഥ ഇവിടെ പുസ്തക പ്രകാശനം ചെയ്യുന്ന ചടങ്ങിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞാനും ഒരു നന്ദി പറയുകയാണ്. കാരണം സിദ്ദിഖിനെ ഒരു സഹപ്രവർത്തകനായിട്ടല്ല ഞാൻ കണ്ടിരിക്കുന്നത്. എന്ത് കാര്യത്തിനും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട്, പല അഡ്വൈസും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാറുണ്ട്. സിദ്ദിഖ് നടനെന്ന രീതിയിലല്ല നമ്മളോടൊക്കെ പെരുമാറുന്നത്. ഒരു സുഹൃത്ത് നമ്മുടെ എന്ത് കാര്യം ചോദിച്ചാലും പറയാനും അതിനൊരു മറുപടി, കൃത്യമായൊരു മറുപടി പറയാൻ കഴിവുള്ള ഒരാളാണ്
മദ്രാസിൽ ഞങ്ങളൊരു രഞ്ജിൻ്റെ ഒരു പടം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ ചെറിയ ഒരു സംസാരം അവിടെ ഉണ്ടായിരുന്നു. പുറത്തുനിന്ന് വന്ന ഒരു പാർട്ടീസാണ്. അവരാരാണെന്ന് പോലും നോക്കാതെ അതിന് അപ്പം തന്നെ മറുപടി കൊടുത്തു. അതിലൊരു ലേഡിയൊക്കെ ഉണ്ടായിരുന്നു. അതിന് മറവെക്കുന്ന ആളല്ല. അപ്പം തന്നെ അതിന് മറുപടി കൊടുത്തു. കാരണം അതിന് കറക്റ്റ് മറുപടിയാണ് കൊടുത്തത്. പക്ഷെ അവർ വിചാരിച്ചില്ല അങ്ങനെ ഒരു മറുപടി കിട്ടുന്നു. അപ്പം ഞാനും ശ്രദ്ധിക്കണം നോക്കി. അതിപ്പോൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ പറയാൻ പറ്റില്ല. കൃത്യസമയത്ത് പറയേണ്ടത് കൃത്യമായിട്ട് പറയുന്ന ഒരു മറയില്ലാത്ത ഒരു വ്യക്തിയാണ് സിദ്ദിഖ്. അതുപോലെ തന്നെ മലയാള സിനിമയിൽ ഇത്ര ഗംഭീരമായിട്ട് അഭിനയിക്കാൻ കഴിവുള്ള ഒരാളാണ്. അത് കോമഡി ആണെങ്കിലും ഇമോഷണൽ സെന്റിമെന്റ്സ് എന്താണെങ്കിലും നന്നായിട്ട് ഫൈറ്റ് ചെയ്യാനറിയാം, പാട്ട് പാടാനറിയാം ഗംഭീരമായിട്ട്. ഇതിനേക്കാൾ എല്ലാം ഉപരി കഥ പറയാനറിയാവുന്നതാണ്. നല്ല തമാശ കഥകൾ പറയാനറിയാം. തമാശ കഥ പറയാൻ തന്നെ ഒരുമാതിരിപ്പെട്ട ആൾക്കൊന്നും പറ്റില്ല. അഭിനയിക്കാൻ പറ്റും, പക്ഷെ കഥ പറയുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു കഥ എങ്ങനെ പറയണം, അത് എവിടെ ഏതെല്ലാം വാക്ക് ഉപയോഗിച്ച് ഏത് റൂട്ടിൽ കൂടി കൊണ്ടുപോകണം, അതിനെങ്ങനെ ക്ലൈമാക്സ് നിയന്ത്രിക്കണം എന്നൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ഭയങ്കര കഴിവുള്ള ഒരു ആർട്ടിസ്റ്റാണ്. സിദ്ദിഖിലൂടെ ഞാൻ കുറച്ച് പടങ്ങളെ ചെയ്തിട്ടുള്ളൂ. ഞാൻ ചെയ്ത പടങ്ങളിലെല്ലാം എന്നോട് പറയും, അശോക അതവിടെ ഇങ്ങനെ ഒരു സാധനം ഇട്ടാലോ എന്നിട്ട്. അപ്പം നമ്മളത് ശരിക്കും ഞാനപ്പോൾ ചില സമയത്ത് റിഹേഴ്സൽ സമയത്തൊക്കെ സിദ്ദിഖിനെ നോക്കും. അപ്പോൾ സിദ്ദിഖ് തലമുണ്ടെങ്കിൽ ഓക്കെ എന്ന് പറയും. അതുപോലെ തന്നെ ഞങ്ങൾ ഊട്ടിയിൽ ചെയ്തൊരു പടം ലാലിൻ്റെ മോനൊക്കെ സൊസൈറ്റി ആയിട്ടുള്ള ഗോസ്റ്റ് ഹൗസ് ചെയ്തു. അതിലെന്നോട് ഞാൻ ഇങ്ങനെ ചായ കിടക്കാനാണ്. അതിൻ്റെ അത് ഞാൻ അഭിനയിച്ചിട്ടുണ്ടെന്നപ്പോൾ എൻ്റെ അടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ചെറിഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഭയങ്കര യൂഷ്വലി ആവുന്നത് കാണാൻ. അങ്ങനെ പല സിനിമകളിലും എന്നോട് പല കാര്യങ്ങളും പറയാം. അതൊരു എക്സ്പീരിയൻസ് ആണത്. അതുപോലെ തന്നെയാണ് നമ്മളോടുള്ള സ്നേഹവും വാത്സല്യവും ഒക്കെ നമ്മൾ അങ്ങോട്ട് സംസാരിക്കുമ്പോൾ പെരുമാറുന്നത്. പിന്നെ 40 വർഷമായി സിദ്ദിഖ് ഇപ്പോഴും ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, എൻ്റെ വിശ്വാസം ശരിയാണെന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ സിനിമയെ കണ്ട പോലെ തന്നെ അതിനേക്കാളും ഒരുപാട് ഉയർന്ന ഒരു മേഖലയിലാണ് ഇപ്പോൾ സിദ്ദിഖ് നിൽക്കുന്നത്. വളരെ വെറൈറ്റി ആയിട്ടുള്ള വേഷങ്ങൾ ചെയ്തിരുന്ന ഇതുപോലൊരു നടനെ ഇല്ലത്തില്ല. അതിൽ ഒരു ഒന്നാം സ്ഥാനത്തിന് നിൽക്കുന്ന ഒരു നടൻ തന്നെയാണ്. അതുകൊണ്ട് ഈ ചടങ്ങിൽ എനിക്കും പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ചതിൽ എല്ലാവരോടും നന്ദി പറയുന്നു. മലയാള സിനിമ ഉള്ളിടത്തോളം കാലം സിദ്ദിഖ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. അശോകനെ പറ്റി എനിക്കും ഒരുപാട് പറയാനുണ്ട്. കാരണം ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് സിദ്ദിഖിൻ്റെ എല്ലാവരുടെയും കൂടെയൊക്കെ അശോകൻ്റെ മിമിക്രി കേട്ട് കൊതിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അശോകനൊക്കെ മിമിക്രി കാണിക്കുന്ന സദസ്സിൽ ഞാനിരുന്ന് മിമിക്രി കണ്ടിട്ടുണ്ട്. അതൊക്കെ അശോകൻ്റെ തമാശകൾ കേട്ടിട്ട് നമ്മൾ ചിരിച്ചിട്ടുണ്ട്. പിന്നെ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് തമാശ പറയുന്ന ആളാണ്. അപ്പോൾ ഒരു ദിവസം അശോകൻ വന്ന് പറഞ്ഞൊരു തമാശ പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. അശോകൻ ഫാമിലി കൂടെ നമ്മളിങ്ങനെ അശോകൻ ഫാമിലി കൂടെ എവിടെ പോയിട്ട് സിനിമ കണ്ടിട്ട് വേണ്ടിയിട്ട് രാത്രി തിരിച്ചു വരും. അപ്പോൾ നല്ല മഴയുണ്ട്. മഴയത്തെ കലൂർ സ്റ്റേഡിയത്തിന് മുമ്പിൽ വന്നപ്പോൾ ആ റോഡിൽ കിടന്നിട്ട് രണ്ടുപേരും ഭയങ്കര അടി കൂടുന്നു. നല്ല ഇടിയാണ് രണ്ടുപേരും കൂടെ. അപ്പോൾ അശോകൻ കാലെടുത്തിട്ട് ചോദിച്ചു, എന്താണ് അവിടെ കിടന്ന് രണ്ടുപേരും ഇടിക്കുന്നത്? അപ്പം നമ്മുടെ അർജുൻ അശോകൻ, ഇപ്പോഴത്തെ നമ്മുടെ പ്രിയങ്കരനായ നടൻ അർജുൻ അശോകൻ ചെയ്തു. ഇന്ന് പത്രത്തിലുണ്ടായിരുന്നല്ലോ ഇടിയോടുകൂടി മഴ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള ഒരുപാട് തമാശകളൊക്കെ ഞങ്ങൾ തമ്മിൽ എപ്പോഴും പങ്കുവെക്കാറുണ്ട്. കുടുംബപരമായിട്ട് നല്ല അടുപ്പമാണ്. അപ്പോൾ എല്ലാവരും തമ്മിൽ വളരെ സ്നേഹത്തോടെ പോകുന്നു. അശോകനുമായിട്ട് വളരെ ദീർഘകാലം സുഹൃത്തുക്കളുണ്ട്. ചടങ്ങിന് വന്നതിന് ഒരുപാട് നിർദ്ദേശം. Thank you so much, Ashwin sir, for coming. ഗംഭീരമായിട്ടുള്ള ഈ ദിവസത്തിന്റെ ഭാഗമായതിന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിച്ചേർന്നതിന് എല്ലാവിധ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. താങ്ക് യു. ഓൾറൈറ്റ്, അപ്പോൾ ഇനി ഞാൻ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് പോകുന്ന സിദ്ദിഖയ്ക്ക് ഏറെ പ്രിയപ്പെട്ട നടൻ ശ്രീ ജയൻ ചേർത്തല അവരിലാണ്. സ്നേഹപൂർവ്വം അദ്ദേഹത്തെ നമുക്ക് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഗംഭീര കൈയടി കൊടുത്തുകൊണ്ട് ഐ വുഡ് ലൈക്ക് ടു വെൽക്കം മിസ്റ്റർ ജയൻ ചേർത്തല ഓൺ സ്റ്റേജ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ജയൻ ഞങ്ങളുടെ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. സംഘടന രൂപപ്പെട്ടതിന് ശേഷം ഈ പുതിയ കമ്മിറ്റി ചാർജെടുത്തതിന് ശേഷം ഞങ്ങളൊന്നിച്ച് ഒരുപാട് കാര്യങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ട്. സംഘടന കൂടുതൽ വളർച്ചയിലേക്ക് എത്താനൊക്കെ എൻ്റെ നല്ല നല്ല നിർദ്ദേശങ്ങളുണ്ടായിട്ടുണ്ട്. ഞാൻ മികച്ച നടനാണ്, മികച്ച ഗായകനാണ്, നല്ല രാഷ്ട്രീയ പ്രവർത്തകനാണ്, സംഘാടകനാണ്. അപ്പം ഇങ്ങനെ ഒരു സുഹൃത്തിനെ കൂടെ കിട്ടിയതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. ജയൻ. എല്ലാവർക്കും നമസ്കാരം. സിദ്ദിഖേട്ടൻ എഴുതുമെന്നുള്ളത് സത്യത്തിൽ എനിക്ക് അറിയില്ലായിരുന്നു. അതൊരു പുതിയ അറിവാണ് ഇവിടെ വന്നപ്പോൾ. ആയിട്ടിരിക്കുന്ന ആദ്യത്തെ ടൈറ്റിലും അദ്ദേഹത്തിന് യോജിക്കുന്ന അഭിനയം അറിയാതെ. കാരണം നമ്മൾ പലപ്പോഴും
സിനിമയിൽ അഭിനയിക്കുമ്പോഴും സിനിമയുമായിട്ട് സഞ്ചരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട് ഒരു അഭിനേതാവിനെ സംബന്ധിച്ച് അഭിനയിക്കുന്നത് ഒരിക്കലും ഒരാൾ അഭിനയിക്കുന്നത് ഒരിക്കലും കണ്ടുകൊണ്ടിരിക്കുന്നവൻ അറിയാൻ പാടില്ല. ഭയങ്കര റിയലിസ്റ്റിക് ആയിരിക്കണം. നമ്മളൊരു വികാരം ഉൾക്കൊണ്ട് ആ എക്സ്പ്രഷൻ പുറത്ത് കാണിക്കുമ്പോൾ അത് ജനങ്ങൾക്ക് അവൻ്റെ ലൈഫായിട്ട് ഫീൽ ചെയ്യണം, ഒരിക്കലും അഭിനയമായിട്ട് ഫീൽ ചെയ്യരുത്. സത്യം തുറന്നു പറഞ്ഞാൽ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല നടന്മാർ ഇന്ന് വരെ ഏത് ക്യാരക്ടർ ചെയ്യുമ്പോഴും ഇതൊരു ജീവിതമാണ് കാണിക്കുന്നത്, അഭിനയമല്ല തോന്നിയിട്ടുള്ള കുറച്ച് വളരെ അപൂർവ നടന്മാരിലൊരാളാണ്. അതുകൊണ്ട് തന്നെ ആ ബുക്കിന്റെ പേര് അതല്ലാതെ വേറെ ഒരു ടൈറ്റിൽ ഇട്ടാലും അദ്ദേഹത്തിനെ കുറച്ചൊരു പ്രതിഭയ്ക്ക് യോജിക്കുന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒപ്പം ഈ പറയുന്ന പോലെ സിനിമയിൽ ഞാൻ വളരെ ചെറിയ വേഷങ്ങൾ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ച് വന്ന അസിസ്റ്റന്റ് ഡയറക്ടറായി അങ്ങനെ ഡബിങ് ആർട്ടിസ്റ്റായി അങ്ങനെ വന്ന ഒരാളാണ്. അപ്പം ഞാൻ പണ്ട് സിദ്ദിഖിനെ ആദ്യമായിട്ട് കാണുന്നത് ഫസ്റ്റ് ബെൽ എന്നുള്ള സിനിമയുടെ ചേർത്തലെ ഷൂട്ടിങ് നടക്കുന്ന സമയത്താണ്. അന്ന് സിദ്ദിഖിനൊക്കെ താരമായിട്ട് നിൽക്കുന്നതായത് ഞാൻ കൂടുതലും മിണ്ടാനൊന്നും വന്നിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള സീരിയൽ തമ്മിച്ചേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന സീരിയലിൽ ഞാൻ അഭിനയിക്കാൻ എനിക്ക് ഒരു സീൻ അഭിനയിക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് സിദ്ദിഖേട്ടൻ ഒരു ഭയങ്കര ക്യാരക്ടർ, പോലീസ് ഓഫീസറുടെ ക്യാരക്ടർ. സത്യം പറഞ്ഞാൽ ഇന്നും നമ്മൾ അഭിനയിക്കുമ്പോൾ ഓരോ ദിവസവും ഒരു ഡയലോഗ് കിട്ടുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന മുഖം വെറുതെ പറയുന്നതല്ല സിദ്ദിഖേട്ട. കാര്യം എന്ന് വെച്ചാൽ എന്തിനാ ഒരു ഡയലോഗ് കാണാതെ പഠിച്ചു, ഒരു പേജ് ആവട്ടെ 1.5 പേജ് ആവട്ടെ പ്രോംപ്റ്റിംഗ് ഇല്ലാതെ ആ ഡയലോഗ് മുഴുവൻ പഠിച്ച് കൃത്യമായ ബ്രേക്കോട് കൂടി പ്രസന്റ് ചെയ്യുന്ന അന്ന് വരെ കണ്ടിട്ടുള്ള എനിക്ക് തോന്നുന്നു ഒരൊറ്റ ആർട്ടിസ്റ്റിനെ ഞാൻ കണ്ടിട്ടുള്ളത് സിദ്ദിഖേട്ടൻ. അപ്പൊ ഞാൻ ചോദിച്ചു ഇദ്ദേഹത്തിനോട് വളരെ ആരാധനയോടെ അടുത്ത് സിദ്ദിഖേട്ടൻ ഓർമ്മ കാണില്ല, തൈക്കാട് ഒരു വീട് ഷൂട്ട് ചെയ്യുക. ഞാൻ സിദ്ദിഖേട്ടൻ അടുത്ത് വന്നിട്ട് ചോദിച്ചു, സാർ ഫ്രീ ആണോ? സിദ്ദിഖേട്ടൻ എന്താണ് പറയും, ഞാൻ ഈ ഡയലോഗുകളൊക്കെ ഞാൻ എത്ര കൃത്യമായിട്ട് പഠിക്കുന്നത്. അപ്പം സിദ്ദിഖേട്ടൻ എന്നോട് ചോദിച്ചു ഏത് ഡയലോഗാ ജയൻ പ്രസന്റ് പേര് ചോദിച്ചു ജയനാണോ? അത് വായിച്ചിങ്ങനെ വായിച്ച് നോക്കിയിട്ട് പറഞ്ഞു നമ്മളൊരു സ്ക്രിപ്റ്റ് കയ്യിൽ കിട്ടുമ്പോൾ ഈ സ്ക്രിപ്റ്റിന്റെ കണ്ടന്റ് എന്താണ്, ഇതെന്തിനാണ് ഈ സീൻ, ഇതില് ഓരോ ആദ്യം തൊട്ട് അവസാനം വരെ പറഞ്ഞു പോകേണ്ട മാറ്ററിന്റെ ഫ്ലോ. ഇപ്പൊ അത് എഴുതി വരുന്നത് ഞാനൊരു പേന എടുക്കാം, ആ പേന വെച്ച് ഞാനൊരു വരി എഴുതാം, ആ വരി എഴുതുന്നതിനൊരു കവിത ഉണ്ടാവും, ആ കവിത നിന്നെ കുറിച്ചായിരിക്കും. ഇതാണ് ഇത് മനസ്സിൽ പ്രതിഷ്ഠമാണ്. ഞാനൊരു പേന എടുക്കാം, ആ പേന വെച്ച് ഞാനൊരു വരി എഴുതാം, ആ വരി എഴുതുമ്പോൾ അത് നിന്നെ കുറിച്ചുള്ളതായിരിക്കും, അതിൽ എൻ്റെ പ്രണയം ഉണ്ടായിരിക്കും, എൻ്റെ സ്നേഹം ഉണ്ടായിരിക്കും എന്നുള്ള അർത്ഥം മനസ്സിൽ കഴിഞ്ഞാൽ നമ്മൾ ഡയലോഗ് പറയാൻ തുടങ്ങുമ്പോൾ ഇനി 1 പേജല്ല 10 പേജായാലും ഈ ഡയലോഗ് ഓർഡറിൽ കടകടകടകടാതെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളൊരു വസ്തുതയാണ്. പക്ഷെ ഇന്ന് സത്യം പറയാം, ഞാൻ അതിന് ഇന്ന് വരെ പ്രോബ്ലം എടുത്തിട്ടുണ്ട്. ഞാൻ സീരിയൽ അഭിനയിക്കുമ്പോഴാണ് ഞാൻ മനസ്സുകൊണ്ട് ഒരു ഡയലോഗ് പ്രസന്റ് ചെയ്യാനുള്ള ഒരു ഗുരുസ്ഥാനത്ത് കാണുന്ന ഒരു മാറ്റം. അപ്പം ഇത് അറിയാതെ നമ്മുടെ മനസ്സിൽ പതിഞ്ഞു പോകുന്ന ഓരോ മനുഷ്യനും ശ്രദ്ധിക്കേണ്ടത് വരെ അറിഞ്ഞില്ല. ഞാൻ പറഞ്ഞിട്ടില്ല, ആദ്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഓരോ മനുഷ്യനും മറ്റുള്ളവരുടെ മനസ്സിലുണ്ടാക്കുന്ന ഇമ്പാക്ട് ഇട്ടിട്ട് പോകുന്ന നാളികേക്കല്ലുകൾ ഓരോ സമയത്തും നമുക്കത് പുറത്ത് പറയാൻ ഉള്ള അവസരങ്ങൾ വരുമായാലും എനിക്ക് ഇങ്ങനത്തെ അവസരം കിട്ടിയിൽ ഒരുപാട് സന്തോഷം. സിദ്ദിഖേട്ടൻ എഴുതാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. എല്ലാ ആശംസകളും. ജയൻ പറഞ്ഞ കാര്യം ഞാനിങ്ങനെ ജനോട് പറഞ്ഞത് ശരിയാണ്. ഇതൊക്കെ പക്ഷേ നമ്മളായിട്ട് കണ്ടുപിടിക്കുന്നോ അല്ലെങ്കിൽ ഞാൻ കണ്ടുപിടിച്ച മാർഗമൊന്നുമല്ല. ഇതൊക്കെ എനിക്ക് മുമ്പേ വന്ന എൻ്റെ സീനിയർ നടന്മാർ എനിക്കും ഇതുപോലെ പറഞ്ഞു തന്നു, അവരും കാണിച്ചു തന്ന വഴികളിലൂടെ നമ്മളങ്ങനെയാണല്ലോ, മറ്റുള്ളവർ വെട്ടിത്തെളിച്ച വഴികളിലൂടെ നമ്മൾ നടക്കും. അപ്പോൾ കൂട്ടത്തിൽ അതുപോലെ ആ വഴിയിലൂടെ മറ്റുള്ളവർ വരും. അങ്ങനെ ഈ സിനിമ എപ്പോഴും ഞാൻ സിനിമയിൽ വന്ന കാലത്ത് ഞാൻ അത്ഭുതപ്പെട്ടൊരു കാര്യമാണ്. പുതുതായിട്ട് ചെറിയ റോള് ചെയ്യാൻ വരുന്ന എന്നെ പോലും ഏറ്റവും സീനിയറായ നടന്മാർ പോലും വെൽക്കം ചെയ്യുകയാണ് ചെയ്യുക. അല്ലാതെ അയാൾ പുതുതായിട്ട് വന്നല്ലേ അയാളെ കൊണ്ട് മാറ്റിയെടുത്ത് ആ രീതിയിൽ ആരും എന്നോട് അങ്ങനെ പെരുമാറിയിട്ടില്ല. എല്ലാവരും വളരെ വെൽക്കം ചെയ്യും. സിനിമ എപ്പോഴും അങ്ങനെയാണ്, പുതിയ ആളുകളെ 2 കൈയിൽ നിന്ന് സ്വീകരിക്കും. അപ്പോൾ അത് കണ്ടാണ് ഞങ്ങൾ വളരുന്നത്. അതുകൊണ്ടാണ് പുതുതായിട്ട് വരുന്ന ആളുകളോട് ഇപ്പോഴത്തെ അവർക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരൊരു നേരെ വഴിയിൽ നയിക്കണമെങ്കിൽ എപ്പോഴും സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സ് അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അത് മറ്റു ഗുരുക്കന്മാർ എനിക്ക് പറഞ്ഞു തന്നൊരു കാര്യം ഞാൻ ജനോട് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ അതിന് പ്രത്യേകിച്ച് ഒരു മണിക്ക് അവകാശപ്പെടാനില്ല എന്ന് പറഞ്ഞതാണ്. താങ്ക് യു ജയൻ, താങ്ക് യു ഫോർ കമ്മിങ്. താങ്ക് യു സോ മച്ച് ശ്രീ ജയൻ ചേർത്തല. ഗംഭീരമായിട്ടുള്ള ഈ ദിവസത്തിന്റെ ഭാഗമായതിന് ഞങ്ങളുടെ ക്ഷണം എത്തിച്ചേർന്നതിന് എല്ലാവിധ സ്നേഹം അറിയിക്കുകയാണ് അദ്ദേഹത്തോടുള്ള. ഇനി ഞാൻ ഏറെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി കലാഭവൻ റഹ്മാൻ സാറിനെ ഒന്ന് വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സിദ്ദിഖ് സാറിനെ കുറിച്ച് സംസാരിക്കുന്നതിനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആത്മകഥയെക്കുറിച്ച് ഒരുപാട് മെമ്മറീസ് അദ്ദേഹത്തെ സിദ്ദിഖ് സാറിനെ കുറിച്ച് പറയാനായിട്ടുണ്ട്. ഏറെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി വെൽക്കം ചെയ്യുകയാണ്. പ്ലീസ് വെൽക്കം ഓൺ സ്റ്റേജ്. പ്രിയപ്പെട്ടവരെ,
വലിയ സന്തോഷമുണ്ട് സിദ്ദീഖിൻ്റെ ഈ പരിപാടിയിൽ അവിടെ നിൽക്കുക. എല്ലാവരും പറഞ്ഞ് കടന്നുപോയി, അതൊക്കെ തന്നെ എനിക്ക് പറയാറില്ല. സിദ്ദീഖായിട്ടുള്ളൊരു പരിചയം 40-40 വർഷങ്ങൾക്ക് മുമ്പ് തന്നെയാണ്. ഇന്നെൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കാര്യം, നമ്മുടെ വിറ്റ്നസ് എന്ന സിനിമ വിജിത് അഭിസാറിൻ്റെ, അത് നമ്മുടെ ഒരു മുറിയിലായിരുന്നു. അന്ന് സിദ്ദീഖ് പറഞ്ഞൊരു സംഭവം ഞാൻ ഇപ്പോൾ എൻ്റെ മനസ്സിലുണ്ട്. ഞാനൊരു ചെറിയ ബിസിനസ്സൊക്കെ ചെയ്ത് നടക്കുന്ന പൊടിഞ്ഞിരിക്കുന്ന സമയമാണ്. സിദ്ദീഖിൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് പറ്റിയൊരു ബിസിനസ് എന്ന് പറഞ്ഞാലാണോ? അപ്പോൾ സിദ്ദീഖ്, നിനക്ക് പറ്റിയ നിന്റെ രൂപകോച്ചിട്ടുള്ളൊരു ബിസിനസ് തീപ്പെട്ടി കമ്പനിയാണ്. ഇന്ന് അറിയില്ല ഇതിനെങ്ങനെ പറഞ്ഞ സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ പറയേണ്ട ആവശ്യമില്ല. പശോനും ജയനൊക്കെ പറഞ്ഞ് കടന്നുപോയി. കാരണം ചെറിയ വേഷങ്ങളിലൂടെ വന്ന സിദ്ദീഖ് എന്ന മലയാള സിനിമയിലെ മികച്ച നടന്മാരിൽ ഒരാളാണ്, നമുക്കറിയാം. ഞാൻ ഇന്നലെ കണ്ട നുണക്കുഴിയിലും സിദ്ദീഖിനെ അറിയാൻ പാടില്ലാത്ത ഒരു ജോലിയാണ് സിദ്ദീഖ് ആ ക്യാരക്ടറോട് ചെയ്തത്. ത്രൂ ഔട്ട് വെള്ളോട് ചേർക്കണ ഒരു ക്യാരക്ടർ അസലായിട്ട് ചെയ്തു. അങ്ങനെ ഒരുപാട് നിരവധി കഥാപാത്രങ്ങൾ. എന്തായാലും ഒരു പുസ്തകം നമ്മുടെ പിന്നിൽ ഒരു കലാകാരനായാലും വ്യക്തിയായാലും ഒരു മനുഷ്യന് ഒരു പുസ്തകം എഴുതാൻ കഴിയുമ്പോൾ അതിൽ നമ്മൾ ജീവിച്ച് ഇരുന്നുവെന്ന് അടയാളപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, വലിയൊരു കാര്യം തന്നെയാണ്. ഇതിൻ്റെ പേര് തന്നെ ഞെട്ടിച്ചു. കാരണം വളരെ നന്നായിട്ട് അഭിനയിക്കുന്ന സിദ്ദീഖിൻ്റെ പുസ്തകത്തിൻ്റെ പേര് അഭിനയമറിയാതെ. അതൊരു പക്ഷേ അദ്ദേഹം ജീവിതത്തിൽ വളരെ ഫ്രീ ആയിട്ട് ഉള്ളതാണ് സിദ്ദീഖിന്. എനിക്ക് വേറൊരു കാര്യങ്ങളുണ്ട്. ഞാൻ പരോടെന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഞാനും മമ്മൂക്കയും സിദ്ദീഖും കൂടി ഉള്ള സീനാണ്. അപ്പോൾ സിദ്ദീഖും മമ്മൂക്കയും കൂടി കാറിൽ വരുമ്പോൾ ഞാൻ മദ്യപിച്ച് വന്നിട്ട് തെറി വിളിക്കുന്ന ഷോട്ടാണ്. ഇത് കഴിഞ്ഞിട്ട് ഷോട്ട് ഞാനങ്ങ് നടന്നങ്ങോട്ട് പോയി. അങ്ങ് പോയി കഴിഞ്ഞിട്ട് ഓക്കെ ആണോ അല്ലെന്നൊന്നും അറിയില്ല. അപ്പം കുറെ കഴിഞ്ഞപ്പോൾ ഒരാളെന്ന് പറഞ്ഞ് സിദ്ദീഖ് വിളിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കയുടെ മുമ്പിൽ വെച്ചിട്ട് അസലാണ് ഗംഭീരം. ശരിക്കും പറഞ്ഞാൽ ഞാൻ മജീദിക്കടുത്ത് പറഞ്ഞത് അതെനിക്കൊരു അവാർഡിന് തുല്യമായിട്ട് തോന്നി. കാരണം മമ്മൂക്കയുടെ മുമ്പിൽ വെച്ചിട്ട് അത് പറയുമ്പോൾ നമുക്ക് എന്താ, അത് എൻ്റെ മനസ്സിനെ ഭയങ്കരമായിട്ട് എന്നും ഓർക്കുന്ന ഒരു നിമിഷമാണ്. എന്തായാലും സിദ്ദീഖിൻ്റെ ഈ പുസ്തകം ഇറങ്ങുമ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരൻ നിലയിൽ ഒരുപാട് എൻ്റെ മനസ്സ് സന്തോഷിക്കുന്നു. ഇനിയും ഒരുപാട് ഉയർച്ചയിലൂടെ തന്നെ സിദ്ദീഖിൻ്റെ കരിയർ പോട്ടെ. എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. നന്ദി, നമസ്കാരം. സുരേഷ്, താങ്ക് യു സോ മച്ച് ശ്രീ കലാഭവൻ റഹ്മാൻ സർ. ഈ ദിവസത്തിൽ ഈ വലിയ സന്തോഷങ്ങളുടെ ഭാഗമായതിന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിച്ചേർന്നതിന് എല്ലാ പ്രിയപ്പെട്ടവരോടും മനസ്സ് ഉള്ളു നിറഞ്ഞ സ്നേഹവും നന്ദിയും ഒക്കെ അറിയിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, 400ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ച ഒരു നടൻ ഇപ്പോഴും അഭിനയത്തെ അധൈര്യത്തോടെ സമീപിക്കുന്നു. കേൾക്കുമ്പോൾ ഒരു തമാശയായി നമുക്ക് എല്ലാവർക്കും അനുഭവപ്പെട്ടേക്കാം. തമാശകൾക്കപ്പുറം അഭിനയത്തിന്റെ സൂക്ഷ്മ തലങ്ങളെ ആഴത്തിൽ അറിയുന്ന പരിണിതപ്രജ്ഞനായ ഒരു നടൻ കഥാപാത്രങ്ങളെ സമീപിക്കുന്ന രീതി മാത്രമാണ് ഈ പേടി. എന്നാൽ ഈ പേടി പേറുന്ന മനസ്സുമായി അയാൾ എടുത്തുയർത്തുന്നത് ഈടുറ്റ വേഷങ്ങളാണ്. നായകന്റെ മുന്നിലോ പിന്നിലോ ആയി ഷഡ്പല ശക്തിയിൽ ഒരു കുറവും രേഖപ്പെടുത്താതെ അഭിനയത്തിന്റെ മാനോമീറ്റർ അദ്ദേഹം ചലിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. 4 പതിറ്റാണ്ടായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ നടന വൈഭവമാണ് നമ്മുടെ സ്വന്തം സിദ്ദീഖ്, സിദ്ദീഖ് ആക്ടർ. സോ അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫൈൽ, അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഒരു വീഡിയോ പ്രസന്റേഷനാണ് ഈ സമയത്ത്. നമുക്കത് കണ്ടാലോ? റെഡി? സ്പോൺസേഴ്സ് ഫോർ ദ വണ്ടർഫുൾ സപ്പോർട്ട്. എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള സ്നേഹം അറിയിക്കുകയാണ് ഈ ഒരു സമയത്ത്. സോ ഏറെ പ്രിയപ്പെട്ട സിദ്ദീഖ് സാറിനെ ഞാനൊന്ന് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ് ഈ ഒരു സമയത്ത്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവരെയൊക്കെ അദ്ദേഹം തന്നെയാണ് പേര് വിളിച്ചുകൊണ്ട് ഈ ഒരു ബുക്ക് ലോഞ്ചിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. യെസ് സർ. നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്നിട്ട് പുസ്തകം പ്രകാശനം ചെയ്യാം. കാരണം എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുടെ ഉണ്ട്. അപ്പം എനിക്ക് അതിൽ ഒരാൾ പോലും മാറി നിർത്തുന്ന ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ ഓരോരുത്തരായിട്ട് വേദിയിൽ ക്ഷണിക്കാം. സുനിജി തമ്പി, ജയൻ ചേർത്തല, വിനു മോഹൻ, വിദ്യ വിനു മോഹൻ, കലാഭവൻ റഹ്മാൻ, എസ് ശ്രീ യശോദൻ, ഇബ്രാഹിംകുട്ടി, എൻ്റെ സഹോദരൻ മജീദ്, കിരൺ രാജ്,
എല്ലാവരും വേദിയിലേക്ക് വരണം. നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ട് എൻ്റെ ബഹുമാന്യ സുഹൃത്ത് സിദ്ദീഖ് അഹമ്മദിന് ഈ പുസ്തകം കൊടുത്തുകൊണ്ടാണ് പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിക്കുന്നത്. സിദ്ദീഖ് പ്ലീസ്. യെസ്, സിദ്ദീഖയുടെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മളുടെ കൂടെ വേദിയിലുണ്ട് ഈ വലിയ സന്തോഷത്തിന്റെ ഭാഗമായിക്കൊണ്ട്. താങ്ക് യു സോ മച്ച് എവരിവൺ ഫോർ കമ്മിങ്. ഓൾറൈറ്റ്, അപ്പോൾ എന്തായാലും ഈ സന്തോഷകരമായിട്ടുള്ള നിമിഷത്തിൽ എയ്റോ മോട്ടോഴ്സ് ചെയർമാൻ ഡോക്ടർ സിദ്ദീഖ് അഹമ്മദ് സാറാണ് ബുക്ക് ഏറ്റുവാങ്ങുന്നത്. മറ്റു പ്രിയപ്പെട്ടവരൊക്കെ ഇതിന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു. മലയാള സിനിമയിൽ ഏറെ പ്രിയപ്പെട്ട സിദ്ദീഖയുടെ പ്രിയപ്പെട്ടവരൊക്കെ ഈ വലിയ സന്തോഷത്തിന്റെ ഭാഗമായിക്കൊണ്ട് അഭിനയം അറിയാതെ ഓട്ടോബയോഗ്രഫിയുടെ ഔപചാരികമായിട്ടുള്ള ലോഞ്ചിങ് സെറമണിയുടെ ഭാഗമായിക്കൊണ്ട് ഒത്തുചേരുന്നു. വലിയ സന്തോഷവും സ്നേഹവും എല്ലാവരുമായി പങ്കിടുകയാണ്. മലയാള ചലച്ചിത്ര മേഖലയിൽ അഭിനയ കലയുടെ വൈവിധ്യമാർന്ന ജീവിത മുഹൂർത്തങ്ങൾ സമ്മാനിച്ച അതുല്യ നടനം അമ്മയുടെ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള ശ്രീ സിദ്ദീഖ് സാറിന്റെ ആത്മകഥ അഭിനയം അറിയാതെ ഓട്ടോബയോഗ്രഫി ഇവിടെ വെച്ച് ലോഞ്ച് ചെയ്യപ്പെടുകയാണ്. ഒരു മനസ്സ് നിറഞ്ഞ ഉള്ള നിറഞ്ഞ കൈഡി എല്ലാവരും ചേർന്നുകൊണ്ട് വലിയ സന്തോഷം, വലിയ അഭിമാനം. ലിവി പബ്ലിക്കേഷൻസ് ആണ് ഒക്കെ പുറത്തിറക്കുന്നത്. സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിലേക്കായി ഈ പുസ്തകം എത്തിക്കുന്നുണ്ട് എന്നുള്ള വലിയ സന്തോഷം കൂടി അറിയിക്കുകയാണ്. എയ്റോ മോട്ടോഴ്സ് ചെയർമാൻ അദ്ദേഹത്തിലൂടെ ഈ ബുക്കുകൾ ഇനി എല്ലാവരിലേക്കും എത്തുകയാണ് വളരെ പെട്ടെന്ന് തന്നെ, അടുത്ത ദിവസങ്ങളിൽ തന്നെ എന്നുള്ള സന്തോഷം കൂടി നിങ്ങളുമായിട്ട് പങ്കുവെക്കട്ടെ. സിനിമാ ജീവിതവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരുപാട് മെമ്മറീസ് അടങ്ങുന്ന അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി അഭിനയം അറിയാതെ ബൈ സിദ്ദീഖ് ഔപചാരികമായി ലോഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഏറെ സ്നേഹവും സന്തോഷവും പ്രിയപ്പെട്ടവരുമായിട്ട് ഷെയർ ചെയ്യുകയാണ് ഈ ഒരു മുഹൂർത്തത്തിൽ. ധന്യമായിട്ടുള്ള നിമിഷങ്ങളുടെ ഭാഗമാകുന്നു നമ്മളെല്ലാവരും തന്നെ. ഏറെ സന്തോഷം, ഏറെ അഭിമാനം. യെസ്, വിശിഷ്ട അതിഥികളെ മെമന്റോ നൽകിക്കൊണ്ട് ആദരിക്കുകയാണ്. ഇനി പ്രിയപ്പെട്ടവരുടെ കയ്യിൽ നിന്നും മെമന്റോ സ്വീകരിക്കുന്നു.